ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ബെത്ലഹേം ചാനലിന്റെ ബൈബിൾ ക്വിസിലേക്ക് സ്വാഗതം. യോഹന്നാൻ 9-10 അധ്യായങ്ങൾ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള 25 ചോദ്യങ്ങളടങ്ങുന്ന ബൈബിൾ ക്വിസാണിത്. വീഡിയോ കണ്ടതിനുശേഷം ക്വിസ് മോക്ക് ടെസ്റ്റ് പോലെ ചെയ്തു നോക്കാൻ 9287400403 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ആദ്യം കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്കാരംഭിക്കാം. ജന്മനാ അന്ധനായ മനുഷ്യൻ അന്ധനായി ജനിക്കാൻ കാരണം ആരുടെ പാപമാണെന്നാണ് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചത്. ഓപ്ഷനുകൾ: എ. അവന്റെയോ അവന്റെ മാതാപിതാക്കളുടെയോ, ബി. അയൽക്കാരുടെ, സി. ഫരിസേയരുടെ, ഡി. ജനങ്ങളുടെ. ശരിയായ ഉത്തരം എ. അവന്റെയോ അവന്റെ മാതാപിതാക്കളുടെയോ. വാക്യം പൂർണ്ണമായി ഉദ്ധരിക്കുക. യോഹന്നാൻ 10:11. ഓപ്ഷനുകൾ: എ. ആട്ടിൻതൊഴുത്തിലേക്ക് മാതിലിലൂടെയല്ലാതെ മറ്റു വഴിക്കു കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. ബി. കാവൽക്കാരൻ അവനു വാതിൽ തുറന്നുകൊടുക്കുന്നു, ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു. സി. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്കുവേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഡി. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കും, അവനകത്തുവരും. ശരിയായ ഉത്തരം സി. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്കുവേണ്ടി ജീവൻ അർപ്പിക്കുന്നു. അന്ധന്റെ കാഴ്ച വീണ്ടെടുക്കാൻ യേശു അവനോട് എവിടെ പോയി കഴുകാനാണ് ആവശ്യപ്പെട്ടത്? ഓപ്ഷനുകൾ: എ. ഗലീലി കടലിൽ, ബി. ബെത്സയിദ കുളത്തിൽ, സി. ജോർദാൻ നദിയിൽ, ഡി. സീലോഹ കുളത്തിൽ. ശരിയായ ഉത്തരം ഡി. സീലോഹ കുളത്തിൽ. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാബത്ത് ആചരിക്കുന്നില്ല എന്ന് പറഞ്ഞതാര്? ഓപ്ഷനുകൾ: എ. ശിഷ്യന്മാർ, ബി. അന്ധന്റെ മാതാപിതാക്കൾ, സി. അയൽക്കാർ, ഡി. ഫരിസേയരിൽ ചിലർ. ശരിയായ ഉത്തരം ഡി. ഫരിസേയരിൽ ചിലർ. ജന്മനാ അന്ധനായിരുന്നവനെ യേശു സുഖപ്പെടുത്തിയത് ഏതു ദിവസമായിരുന്നു? ഓപ്ഷനുകൾ: എ. കൂടാരാര പെരുന്നാൾ ദിവസം, ബി. സാബത്ത് ദിവസം, സി. ആഴ്ചയുടെ 1-ാം ദിവസം, ഡി. പെസഹ ദിവസം. ശരിയായ ഉത്തരം ബി. സാബത്ത് ദിവസം. അന്ധന്റെ കാഴ്ചയെക്കുറിച്ച് ഫരിസേയർ ചോദിച്ചപ്പോൾ അവന്റെ മാതാപിതാക്കൾ അവനോട് തന്നെ ചോദിക്കാൻ പറയാൻ കാരണമെന്ത്? ഓപ്ഷനുകൾ: എ. അവർക്ക് മകനെ വിശ്വാസമില്ലാത്തതിനാൽ, ബി. അവർ യഹൂദരെ ഭയപ്പെട്ടതിനാൽ, സി. അവർക്കറിവില്ലാത്തതിനാൽ, ഡി. അവർ അവിടെ ഇല്ലാതിരുന്നതിനാൽ. ശരിയായ ഉത്തരം ബി. അവർ യഹൂദരെ ഭയപ്പെട്ടതിനാൽ. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. ഇത് ഏത് അധ്യായത്തിലെയും വാക്യത്തിലെയും ഭാഗമാണ്? ഓപ്ഷനുകൾ: എ. യോഹന്നാൻ 10:31, ബി. യോഹന്നാൻ 10:9, സി. യോഹന്നാൻ 9:31, ഡി. യോഹന്നാൻ 9:24. ശരിയായ ഉത്തരം സി. യോഹന്നാൻ 9:31. യേശു അന്ധന്റെ കണ്ണുകളിൽ പൂശാൻ ചെളിയുണ്ടാക്കിയത് എങ്ങനെയാണ്? ഓപ്ഷനുകൾ: എ. വെള്ളം ഉപയോഗിച്ച്, ബി. നിലത്ത് തുപ്പി, സി. മണ്ണ് കുഴച്ച്, ഡി. എണ്ണ ഉപയോഗിച്ച്. ശരിയായ ഉത്തരം ബി. നിലത്ത് തുപ്പി. തിരിച്ചെടുക്കുന്നതിനുവേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ഈ വാക്യം ഏത് പുസ്തകത്തിലേതാണ്? ഓപ്ഷനുകൾ: എ. മത്തായി 5:3 ആത്മാവിൽ ദരിദ്രൽ ഭാഗ്യവാന്മാർ, ബി. ഉൽപ്പത്തി 12:1 അബ്രഹത്തോടുള്ള വാഗ്ദാനം, സി. യോഹന്നാൻ 10:17 നല്ല ഇടയന്റെ വചനം, ഡി. സങ്കീർത്തനങ്ങൾ 23:1 കർത്താവെന്റെ ഇടയനാകുന്നു. ശരിയായ ഉത്തരം സി. യോഹന്നാൻ 10:17 നല്ല ഇടയന്റെ വചനം. ആട്ടിൻതൊഴുത്തിലേക്ക് വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആര്? ഓപ്ഷനുകൾ: എ. കള്ളൻ, ബി. കൂലിക്കാരൻ, സി. കവർച്ചക്കാരൻ, ഡി. ഇടയൻ. ശരിയായ ഉത്തരം ഡി. ഇടയൻ. യേശു നല്ല ഇടയനാണെന്ന് അവകാശപ്പെട്ടപ്പോൾ യഹൂദർക്കിടയിലുണ്ടായ പ്രതികരണമെന്തായിരുന്നു? ഓപ്ഷനുകൾ: എ. അവർ സന്തോഷിച്ചു, ബി. അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി, സി. എല്ലാവരും വിശ്വസിച്ചു, ഡി. അവർ യേശുവിനെ രാജാവാക്കി. ശരിയായ ഉത്തരം ബി. അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. ജെറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാൾ നടക്കുമ്പോൾ ഏതു കാലമായിരുന്നു? ഓപ്ഷനുകൾ: എ. ശീതകാലം, ബി. വർഷകാലം, സി. വേനൽക്കാലം, ഡി. വസന്തകാലം. ശരിയായ ഉത്തരം എ. ശീതകാലം.
യേശു ദേവാലയത്തിലെ ഏതു മണ്ഡപത്തിലൂടെയാണ് നടന്നിരുന്നത്? ഓപ്ഷനുകൾ: എ. യഹൂദ മണ്ഡപം, ബി. ഏലിയായുടെ മണ്ഡപം, സി. സ്വർണമണ്ഡപം, ഡി. സോളമന്റെ മണ്ഡപം. ശരിയായ ഉത്തരം ഡി. സോളമന്റെ മണ്ഡപം. ഞാനും പിതാവും ഒന്നാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ യഹൂദർ എന്തു ചെയ്തു? ഓപ്ഷനുകൾ: എ. പ്രണമിച്ചു, ബി. എറിയാൻ കല്ലെടുത്തു, സി. സ്തുതിച്ചു, ഡി. അനുഗമിച്ചു. ശരിയായ ഉത്തരം ബി. എറിയാൻ കല്ലെടുത്തു. യേശു അന്ധനോട് താൻ ആരെന്ന് വെളിപ്പെടുത്തിയത് ഏതു പേരുപയോഗിച്ചാണ്? ഓപ്ഷനുകൾ: എ. ദാവീദിന്റെ പുത്രൻ, ബി. ഇസ്രായേലിന്റെ രാജാവ്, സി. മനുഷ്യപുത്രൻ, ഡി. ലോകത്തിന്റെ വെളിച്ചം. ശരിയായ ഉത്തരം സി. മനുഷ്യപുത്രൻ. യഹൂദർ യേശുവിനെ കല്ലെറിയാൻ തുനിഞ്ഞപ്പോൾ പറഞ്ഞ കുറ്റമെന്തായിരുന്നു? ഓപ്ഷനുകൾ: എ. സാബത്ത് ലംഘിച്ചു, ബി. മോശയെ നിന്ദിച്ചു, സി. നിയമം ലംഘിച്ചു, ഡി. ദൈവദൂഷണം പറഞ്ഞു. ശരിയായ ഉത്തരം ഡി. ദൈവദൂഷണം പറഞ്ഞു. സീലോഹ എന്ന വാക്കിന്റെ അർത്ഥമെന്ത്? ഓപ്ഷനുകൾ: എ. സമാധാനം, ബി. പ്രാർത്ഥന, സി. പരിശുദ്ധി, ഡി. അയക്കപ്പെട്ടവൻ. ശരിയായ ഉത്തരം ഡി. അയക്കപ്പെട്ടവൻ. ആട്ടിൻകൂട്ടത്തിലെ ആടുകൾ ആരുടെ സ്വരമാണ് തിരിച്ചറിഞ്ഞ് അനുഗമിക്കുന്നത്? ഓപ്ഷനുകൾ: എ. ഇടയന്റെ, ബി. കൂലിക്കാരന്റെ, സി. കവർച്ചക്കാരന്റെ, ഡി. അന്യന്റെ. ശരിയായ ഉത്തരം എ. ഇടയന്റെ. യേശു തന്റെ ജീവൻ അർപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പറഞ്ഞത്? ഓപ്ഷനുകൾ: എ. ശിഷ്യന്മാർക്കു വേണ്ടി, ബി. രാജ്യത്തിനുവേണ്ടി, സി. ലോകത്തിനുവേണ്ടി, ഡി. ആടുകൾക്കു വേണ്ടി. ശരിയായ ഉത്തരം ഡി. ആടുകൾക്കു വേണ്ടി. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് യേശു പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണ്? ഓപ്ഷനുകൾ: എ. അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ, ബി. അന്ധനെ സുഖപ്പെടുത്തുന്നതിനു മുൻപ്, സി. ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ, ഡി. മലയിലെ പ്രസംഗത്തിൽ. ശരിയായ ഉത്തരം ബി. അന്ധനെ സുഖപ്പെടുത്തുന്നതിനു മുൻപ്. തന്നെ സുഖപ്പെടുത്തിയ യേശു പാപിയാണോ എന്ന് ചോദിച്ചവരോട് കാഴ്ച ലഭിച്ചവൻ നൽകിയ മറുപടി എന്തായിരുന്നു? ഓപ്ഷനുകൾ: എ. അവൻ നീതിമാനാണ്, ബി. അതെനിക്കറിയില്ല, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ കാണുന്നു, സി. അവൻ കർത്താവാണ്, ഡി. അവൻ വിശുദ്ധനാണ്. ശരിയായ ഉത്തരം ബി. അതെനിക്കറിയില്ല, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ കാണുന്നു. എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്കവയെ അറിയാം. ഇതിൽ ആടുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലമെന്ത്? ഓപ്ഷനുകൾ: എ. സമ്പത്ത്, ബി. അധികാരം, സി. നിത്യജീവൻ, ഡി. ലൗകിക സുഖം. ശരിയായ ഉത്തരം സി. നിത്യജീവൻ. ആട്ടിൻകൂട്ടത്തിലെ ഉപമയിൽ കള്ളൻ വരുന്നത് എന്തിനുവേണ്ടിയാണ്? ഓപ്ഷനുകൾ: എ. മോഷ്ടിക്കാനും കൊല്ലാനും, ബി. സംരക്ഷിക്കാൻ, സി. വഴി നടത്താൻ, ഡി. മേയ്ക്കാൻ. ശരിയായ ഉത്തരം എ. മോഷ്ടിക്കാനും കൊല്ലാനും. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് എന്ന് യേശു ആരെക്കുറിച്ച് പറഞ്ഞു? ഓപ്ഷനുകൾ: എ. യോഹന്നാനെക്കുറിച്ച്, ബി. ജന്മനാ അന്ധനായവനെക്കുറിച്ച്, സി. പത്രോസിനെക്കുറിച്ച്, ഡി. ലാസറിനെക്കുറിച്ച്. ശരിയായ ഉത്തരം ബി. ജന്മനാ അന്ധനായവനെക്കുറിച്ച്. യേശുവിനെ ക്രിസ്തുവെന്ന് ഏറ്റുപറയുന്നവർക്ക് യഹൂദർ കൽപ്പിച്ച ശിക്ഷയെന്തായിരുന്നു? ഓപ്ഷനുകൾ: എ. മർദ്ദിക്കണം, ബി. തടവ് ശിക്ഷ, സി. പിഴ അടയ്ക്കണം, ഡി. സിനഗോഗിൽ നിന്ന് പുറത്താക്കണം. ശരിയായ ഉത്തരം ഡി. സിനഗോഗിൽ നിന്ന് പുറത്താക്കണം. ക്വിസ് മോക്ക് ടെസ്റ്റ് പോലെ ചെയ്തു നോക്കാൻ കമന്റ് ബോക്സിൽ ആദ്യം കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്വിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കട്ടെ. തുടർന്നുള്ള ക്വിസുകൾ ലഭിക്കാൻ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെയോ നേരിട്ടോ അറിയിക്കുമല്ലോ. എല്ലാവർക്കും നന്ദി. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.